ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ട്രെക്ക് ചെയ്തല്ലോ. ഇന്ന് നമുക്കുള്ള ട്രെക്കിംഗ് തന്നെയാണ് മൗറിസ്ഖാങ് എന്ന് പറയുന്ന ഒരു ട്രെക്കിംഗ് ആണത്. ഒരു ബാംബു ട്രെയിൽ ട്രെക്കാണ്. മേഘാലയയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെക്കിംഗ് ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എടുക്കാൻ പോയിട്ട് തിരിച്ചിറങ്ങിയാനായിട്ട് ഇന്നും കൊണ്ടുപോയി കൊന്നിട്ട് വരാതെ. അപ്പൊ നമുക്ക് എന്തായാലും ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. നമ്മളുടെ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് ആയിരിക്കും ഇതെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽസ് ഒക്കെ പറയാം ബാക്കി അല്ലേ? അതെ, ഞാൻ ചെന്ന് കണ്ടിട്ട് പറയാം കേറണോ വേണ്ടായിരുന്നു. അപ്പോൾ മേഘാലയയിലെ സവിശേഷമായിട്ടുള്ള ട്രെക്കാണ്, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രെക്ക് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മലമടക്കുകളിലൂടെയൊക്കെ തന്നെ ഒരു മേക്ഷിഫ്റ്റ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുളയിൽ കൂടി നമുക്ക് കടന്നിട്ട് വേണം അവിടെ എത്താനായിട്ട്. നമുക്ക് ശരിക്കും ഡാവ്ക്കിയിലും കൂടി എത്തണം. അപ്പോൾ ഡാവ്ക്കിയിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ട്രെക്കിംഗ് ഉള്ളത്. അപ്പോൾ ഈ ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഡാവ്ക്കി എത്തി അവിടെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഇതെപ്പോൾ തീർക്കും എന്നതിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള നമ്മുടെ യാത്രയൊക്കെ, ഡാവ്ക്കിയിലേക്കുള്ള യാത്രയൊക്കെ. കാരണം മഴയില്ലാത്തപ്പോഴേ ഡൗക്കി ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല, തെളിഞ്ഞ് കാലാവസ്ഥ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൗക്കി നമുക്ക് പ്രധാനപ്പെട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു ട്രെക്കിങ്ങും വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ മേഘാലയയിലെ ട്രെക്കിംഗ് ഒരുപാട് നമുക്ക് ട്രെക്കിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കാലി പോയില്ലേ, നോക്കാലിയുടെ താഴെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ മുകളിലും ട്രെക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. മൺസൂൺ സീസണിലാണ് ആളുകൾ കൂടുതൽ ആ ട്രെക്കിംഗ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ മൺസൂൺ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഒരുപാട് ലീച്ചസും കാര്യങ്ങളൊക്കെ വരും. ഈ സമയം ചെയ്ത് കഴിഞ്ഞാൽ ലീച്ചസിനൊന്നും ഇല്ലാതെ നമുക്ക് ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സീസൺ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വെള്ളമില്ലല്ലോ, അത് അവിടുത്തെ അല്ലേ. ബാക്കിയുള്ള ട്രെക്കിങ്ങിനൊക്കെ പക്ഷേ ഈ മുള ട്രെക്കിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ മുളയിലൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്ലിപ്പ് ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരില്ലാത്ത സമയത്താണ് നല്ലത്. സൊഹറ അഥവാ ചിറാപുഞ്ചിയിൽ നിന്നൊരു 50 കിലോമീറ്റർ അകലെയാണ് ഈ ട്രെക്കിംഗ് സ്പോട്ട് എന്ന് പറയുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, അതുപോലെ തന്നെ വളരെ അട്രാക്റ്റീവും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് പോയിൻ്റാണ് ഈ പറഞ്ഞ ഈ മൗറിൻഖാങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ബാംബു ട്രെയിൽ ട്രെക്കിംഗ്. അതായിരിക്കും നമുക്കൊക്കെ പറയാൻ എളുപ്പം. അപ്പം കൂടിപ്പോയാൽ ഒരു 1-1.5 മണിക്കൂർ, കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം റോഡ് നല്ലതാണ്. അപ്പോൾ ആ ഒരു അത്രയും ഒരു മേഖലയിൽ ആൾമോസ്റ്റ് എല്ലാ റോഡുകളും നല്ലതാണ്. നമുക്ക് ഫിജു ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് മോശം റോഡ്. പിന്നെ നമ്മുടെ ബോർഡർ റോഡ് അത് നോക്കേണ്ട കാര്യമില്ല, കാരണം അവിടെ റോഡ് പണി കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കും. അതെ, അപ്പോൾ നമ്മളൊരു 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മളെത്തി. അപ്പം മാപ്പിൽ നോക്കുമ്പം സെയിം പേരിൽ 3-4 സ്ഥലത്തൂടെ ചെന്ന് കയറാമെന്നൊക്കെ കാണിക്കും. പക്ഷേ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ ഹൈവേ ഇതുപോലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് റൈറ്റ്, അതായത് ഒരു ചെറിയൊരു ഊട് വഴിയാണ് പിന്നീട് നമുക്ക് കാണുമ്പോൾ ഡൗട്ട് തോന്നും. പക്ഷേ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് മാത്രമുള്ള റൈറ്റ് എടുത്താലേ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹൈക്കിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തത്തുള്ളൂ. അങ്ങനെ ഇന്നലത്തെ ട്രെക്കിങ്ങിനൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും റീചാർജ് ഒക്കെ ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് പുതിയൊരു ട്രെക്കിങ്ങിനായിട്ട്. മൗറിൻഖാങ് ബാംബു ട്രെക്കിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നതേ ഉള്ളൂ. അച്ഛനും മോളും റെഡി ആയിട്ട് ഇന്നലെ നമ്മൾ ഇലയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പൊ അത് വഴിയെ കഴിച്ചുകൊണ്ട് പോവാണ്. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അവിടെ എൻട്രി ഫീ ആയിട്ടൊന്നും ഇല്ലായിരുന്നു, ആ ബ്രിഡ്ജിന്റെ അടുത്ത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഇനി ഇവിടെ ഇൻ ബിറ്റ്വീൻ വേറെ ഉണ്ടോ, ഇനി പോകുന്ന വഴിക്ക് ഗോപ്രോ ക്യാമറയ്ക്കൊക്കെ വേറെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്നത്തെ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ പോലൊക്കെ തന്നെ ഉണ്ട്. അത്രയും മണിക്കൂറൊന്നും 3-4 മണിക്കൂറുണ്ട്. അപ്പൊ ഇന്നത്തെ ട്രക്കിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലത്തേനകത്ത് നമുക്ക് എന്താണ് നല്ല റോഡല്ല, ഐ മീൻ സ്റ്റെപ്പുകളൊക്കെ പണിഞ്ഞിട്ട് അങ്ങനെയല്ലായിരുന്നു. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാംബു ട്രക്കിംഗ് ആണ്. അതായത് വെറും കാട്ടുവഴിയാണ്. എന്നിട്ട് ഈ മലകളെ തമ്മിൽ, അതായത് വില്ലേജസിനെ കണക്ട് ചെയ്യാണ് അവരുടെ പ്രധാന ഉദ്ദേശം ചെയ്തിരിക്കുന്നത്. ഈ ബാംബൂസ് അടിച്ച്, അതായത് ഒരു നല്ലൊരു നമ്മുടെ ഒരു കൈ വീതിക്ക് എന്ത് ചെയ്യാണ് ബാംബു അടിച്ച് അതിലൂടെ നടന്ന് നമുക്ക് കാഴ്ചകൾ കാണാം. അതാണ് ട്രക്കിംഗ്, അതാണ് ഇന്നത്തെ ട്രക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലത്തെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഇവിടെ കാല് വെച്ച് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഹലോ മിണ്ടാതെ പോകുന്ന വ്യക്തി ഇങ്ങോട്ടും നോക്കിട്ട് പോകും. ഈ ചാടിപ്പോന്ന ആവേശം തിരിച്ചു വരുമ്പോഴും കാണണം. കണ്ണു എന്തോ തിന്നുന്നേ? എന്തോ ഇത്? നെയ്യപ്പോന്നോ അത്? ഇന്നലത്തെ കൂട്ട് പോകുന്ന വഴിക്ക് കടയും വീടും ഒക്കെ ഉണ്ട്. ഇത് തുടക്കമാണ്, സ്റ്റാർട്ടിങ് ആണ്. ഒരു 100 മീറ്റർ പോലും ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല ഇതുവരെ. നമ്മൾ സഞ്ചരിച്ചതിൽ നിന്ന് എന്താ പറയാ, ഈ ട്രക്കിംഗ്
ട്രൈബൽ ഏരിയാസ് ആണ്. കുറച്ചും കൂടെ എന്താ പറയാ, ഈ ഇൻവേഷൻസ് ഒക്കെ നമ്മളുടെ പുതിയ ന്യൂജൻ ഇൻവേഷൻസ് ഒക്കെ ഒരുപാട് കുറവുള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു എന്താ പറയാ, ഇച്ചിരി കൂടെ ഉൾപ്രദേശങ്ങളിലോട്ടാണ് ഈ ട്രക്കിങ് കൂടുതൽ. അപ്പൊ ഈ ട്രക്കിംഗ് സ്പോട്ടുകൾ ഇത്ര ഫേമസ് ആവാൻ കാരണം, അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആവാൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റാനൊക്കെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ട്രൈബൽ വില്ലേജുകൾ കണക്ട് ചെയ്യാൻ ഈ ട്രൈബൽസ് തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വഴിയാണിത്. അപ്പൊ ഇന്നലെ നമ്മൾ പോയെടുത്ത് ഓക്കെ എന്തോ മിത്ത് ഉണ്ടെന്നാ പറയുന്നത്, പുള്ളിക്കറിയാം, പുള്ളി പറഞ്ഞു തരും. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് ഇത് യാദൃശ്യവശാൽ ഓരോരുത്തർ കണ്ട് അവര് നടന്ന് അങ്ങനെ അതൊരു ട്രക്കിംഗ് പോയിന്റ്, നമ്മൾക്കൊക്കെ ഒരു ട്രക്കിംഗ് പോയിന്റ് ആണ്. ആക്ച്വലി മറ്റുള്ളവർക്ക്, അതായത് ഇവിടെയുള്ളവർക്ക് ഇത് ഇവരുടെ അടുത്ത ഗ്രാമങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണ്. കാരണം ഇന്നലെ തന്നെ നമ്മൾ പോകുന്നതെല്ലാം വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഗ്രാമങ്ങളിലൂടെ കയറി ഇറങ്ങിയാണ് നമ്മൾ. ഈവൻ ആ ബ്രിഡ്ജ് പോലും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നേരത്തെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ തന്നെ ഈ സിമെന്റ് കട്ട കമ്പിയൊക്കെ ഇത്രയും ദൂരം ചുമന്നുകൊണ്ട് പോയി അവിടെ ചെന്നൊരു ബ്രിഡ്ജ് പണിയാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ അവിടെ അത്രയ്ക്ക് സോഴ്സ് ഉണ്ടായിരിക്കണം, എന്തെങ്കിലും ഡെവലപ്മെന്റ്. ഇതെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് റൂറൽ ഏരിയകളാണ്. അപ്പൊ അവര് തന്നെ കണ്ടുപിടിച്ച ഒരു വഴിയാണ് ഈ ഇങ്ങനത്തെ ബ്രിഡ്ജുകള്, കാര്യങ്ങള്, വഴികളൊക്കെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഞാനൊക്കെ എന്ത് ഉൾക്കാട്ടിലാ നിൽക്കുന്നതെന്ന് അറിയോ, നോക്കിക്കേ. അപ്പം ഇവർ അതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട വഴിയാണ് പിന്നീട് ട്രക്കിംഗ് സ്പോട്ടുകളായിട്ട് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഓരോ വില്ലേജ്, അതായത് ഇപ്പൊ നമ്മൾ ഖാസി എന്ന് പൊതുവേ പറഞ്ഞെങ്കിലും ഈസ്റ്റ് ഖാസി, വെസ്റ്റ് ഖാസി, അങ്ങനെ ഖാസി ഖാരോകളിൽ ഓരോ ഭാഗങ്ങളുണ്ട്. ആ ഓരോ ഭാഗങ്ങളിൽ ഓരോ ട്രൈബ്സ് ഉണ്ട്. ആ ട്രൈബ്സിന് ഓരോ ഹെഡ്മാൻ ഉണ്ട്. അപ്പൊ അതായത് നമ്മുടെ ഗ്രാമത്തലവൻ, ആ ഗ്രാമത്തലവനാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഫൈനൽ എന്താ പറയാ, ഡിസിഷൻ മേക്കിംഗ് പവർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്. ഈവൻ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഞങ്ങൾ ഇവിടെ അങ്ങ് കണ്ടില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. വേറെ കുറ്റകൃത്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല. നമുക്കൊരു ബൈക്ക് പാർക്ക് ചെയ്തിട്ട് പോയാലോ ഒക്കെ വളരെ സേഫാണ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടുത്തെ. അപ്പം എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ വയ്യ. ഇതിപ്പോൾ ഇറക്കം ആയതുകൊണ്ട് വളരെ സൗകര്യമായിട്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ച് ഏത് രീതിയിൽ കയറി വരുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ കുറേ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ ട്രഡീഷണൽ ഈ ഓരോ വില്ലേജ് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇൻ കേസ് ഈ ബ്രിഡ്ജിന് എന്തെങ്കിലും പറ്റി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാലും അവർക്ക് സർവൈവ് ചെയ്യാനുള്ള സാധനം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനെപ്പറ്റി ഓർത്ത് പേടിയൊന്നും വേണ്ട. നമ്മുടെ ബാംബു ട്രെയിൽ ആരംഭിക്കാൻ പോവാണ്. പിടിച്ചോണേ. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ് ബാംബു. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇവരെല്ലായിടവും കണക്ട് ചെയ്തിരിക്കുന്നത്, പോകാനുള്ള വഴികൾ നിർമ്മിച്ചിരിക്കുന്നതൊക്കെ. ഇതിപ്പോൾ നമ്മളൊരു റിവർ ക്രോസ് ചെയ്യാണ്. ഇപ്പം അധികം വെള്ളമൊന്നുമില്ല. ആണോ? തന്നെ നടക്കുവാണെന്ന്. ഇലയപ്പം കൊണ്ട് നടക്കുകയാണ്. നെയ്യപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പഴയ അതിൻ്റെ ട്രെയിൽസ് ഒക്കെ കാണാം നമുക്കിങ്ങനെ. നല്ല അടിപൊളി വെള്ളവും വെള്ളച്ചാട്ടങ്ങളും നമ്മൾ മറ്റേ അടുത്ത് പോയപ്പോൾ കണ്ട രീതിയിലുള്ള അതേ കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. വലിയ കുന്നുകളാണ്. ഇവിടുത്തെ വെള്ളത്തിൻ്റെ നിറം ഞാൻ എടുത്ത് പറയേണ്ടതില്ലല്ലോ. എപ്പോഴും ആഴം കൂടുന്നതിനനുസരിച്ചാണ് ആ വെള്ളത്തിൻ്റെ ചേഞ്ച് വരുന്നത്. പാലത്തിൽ കൂടെ നടക്കുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ ഒറ്റയ്ക്ക് നടക്കാതെ. പക്ഷെ മറ്റേതുപോലെ അല്ല. ഇത് ഇച്ചിരി കുറച്ച് ഡിഫറെൻ്റ് ആവുന്നുണ്ട് അല്ലേ വഴിയൊക്കെ? അതെ. ഇവിടെയൊക്കെ നല്ല കാഴ്ചകളും അടിപൊളിയില്ലേ പോകുന്ന വഴി തന്നെ.
അതുകൊണ്ട് ഇവിടുത്തെ വില്ലേജിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്. ഈ വില്ലേജിലെ ആൾക്കാർ നമ്മൾ ഇന്നലെയും കണ്ടായിരുന്നു, ചെറിയ ചെറിയ കല്ലുകൾ ശേഖരിക്കും. എന്നിട്ട് ഇത് നമ്മളുടെ മെറ്റലില്ലേ, നമ്മുടെ മെറ്റലില്ലേ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, അതേ രൂപത്തിൽ കൈ കൊണ്ട് തല്ലി പൊട്ടിച്ച് കൂട്ടും. എന്നിട്ട് ഇത് ചാക്കിൽ ചുമന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് അവർ കൊണ്ടുപോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, വഴി കിടക്കുന്ന കണ്ടോ അപ്പല്ല അവിടെ? അങ്ങോട്ട് പോകും. കാണുന്ന വഴികളിൽ കൂടെയൊക്കെയാണ് നമുക്ക് പോകേണ്ടുന്നത്. നമുക്ക് അതിലേ അങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് കേട്ടോ, മലയുടെ ഇടുക്കിലൂടെ. ഇറങ്ങാണ് ടഫസ്റ്റ് ആയിട്ടുള്ള റൂട്ട് അതാണ്. ഇതിന് ഉറപ്പില്ല കേട്ടോ. അപ്പൊ ഇത് ഒടിഞ്ഞേക്കുന്നേ കമ്പ് ഇവിടെ. ഇവിടുന്ന് വീണ പൊടി പോലും കിട്ടത്തില്ല. തലയിടിക്കല്ലേ, കുലിഞ്ഞൊക്കെ വേണേ വരാൻ. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ കയറിയ അതേ ഒരു രീതി ആയിരിക്കും എന്നാണ്. പക്ഷെ ഇല്ല പറയുന്നത് പോലെ ഓരോ ജനലിൽ കൂടെയും കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തം എന്ന് പറയുന്നത് പോലെ ഈ ലൊക്കേഷനിലെ കാഴ്ചകൾ വളരെ വ്യത്യസ്തമാണ്. എന്താ പറയാ, പക്ഷെ ശകലം ഡേഞ്ചറസ് ആണ്. കുഞ്ഞുണ്ട്, അപ്പൊ അവര് സേഫായിട്ട് പിടിച്ചു കയറി വരികയാണ്. വീഡിയോ എടുക്കുന്ന ഡ്യൂട്ടിയിൽ നിന്ന് എനിക്കാ. നോക്കിക്ക്, ഇത് നോക്ക്, ഇത് എന്ത് സ്റ്റീപ്പാണ് നോക്കണം നമ്മൾ നടന്നു കയറുന്നത്. അപ്പൊ ഇത് നടന്നു കയറുമ്പോൾ നമുക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മറ്റേത് വഴി കുത്തനെയായിരുന്നു, കുത്തനെ. ഇത് കുറച്ചുകൂടി എന്താ പറയാ, നടക്കാൻ എളുപ്പമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ഫുള്ള് മുളയാണ്. ഇത് ഇത്രയും അവര് കാട്ടിൽ നിന്ന് ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പണിഞ്ഞ് കെട്ടുന്നതാണ്. നോക്ക്, നമ്മൾ താഴെയൊക്കെ കണ്ടിരുന്നത് അവര് ആണി അടിച്ച് കെട്ടിയിരുന്നതാണ്. ഇവിടെ തെങ്ങില്ല, പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ കയറുകൊണ്ടാണ് അവർ ബൈൻഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ തേങ്ങാ നാരാണോ ഇനി ഇവരുടെ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന മറ്റെന്തെങ്കിലും? അല്ല, ആ കയറ് നോക്ക്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവർക്ക്, നമുക്കറിയില്ലോ വനത്തിൽ ഒരുപാട് എന്താ പറയാ സർപ്രൈസുകൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് പോലെ അവരങ്ങനെ എന്തെങ്കിലും വെച്ചായിരിക്കും. ഇവിടെയൊക്കെ കയറുകൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. താഴേക്ക് ആണിയായിരുന്നു. അന്നേരം ചോദിക്കാം, ആണി എപ്പോ കാട്ടിലുണ്ടോന്ന്. എന്നാ
എന്തുവാടാ കാണും അത്? എന്തുവാടാ? എൻ്റെ ഉണ്ട്. കപ്പലണ്ടിയോ? കണ്ണിന് പോകലിട്ട് ഓരോന്നായിട്ട് എടുക്കാടാ. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഓരോന്നെടുത്ത് തിന്നോണ്ടിരിക്കാൻ. തിന്നോണ്ടൊക്കെ ആകുമ്പം ഇന്നലെ രാത്രിയിലൊക്കെ ഇലയപ്പം എന്നെ ഇങ്ങനെ നോക്കട്ടെ വെയിലടിക്കാൻ വെച്ചേക്കാണ്. ഇന്നലെ രാത്രിയിലൊക്കെ ഇലയപ്പം ഒന്നും വേണം. രാത്രിയിലല്ല അവൾക്ക് സാധാരണയായിട്ട് ഇലയപ്പം വേണ്ട. പക്ഷെ ഇന്ന് അവള് ഒരു 1.5 ഇലയപ്പം തിന്നു. നടന്നോണ്ടൊക്കെ ആകുമ്പോൾ കുട്ടികൾ അവിടെ കൊട്ടയുണ്ട്, അതുപോലും അവര് അല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മളിങ്ങനെ മുകളിലേക്ക് കയറിയായിരുന്നു. അപ്പം ഒരു കൂട്ടർ ആദ്യം പോയവര് വന്നിട്ട് പറയാണ് മുകളിൽ തേനീച്ചകളുണ്ട്, തേനീച്ച കൂടിളകി കിടക്കാണ്, അപ്പൊ അതുവഴി പോകുമ്പോൾ സൂക്ഷിച്ചു പോണമെന്ന്. പ്രത്യേകിച്ച് കുട്ടിയുള്ളതുകൊണ്ടാണ് അവർ ആ ഒരു മുന്നറിയിപ്പ്, അവരെ കടിച്ച് തെണുത്തിട്ടുണ്ട് ദേഹത്ത്. അപ്പം ഈ ചില തേനീച്ചകളൊക്കെ കടിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു, കുറേ നടന്ന് കുത്തുമായിരുന്നു. അപ്പൊ എന്തായാലും കയറി നോക്കാം. ചെറിയ കയറ്റമാണ്, ചെറുതല്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇതൊക്കെ പ്ലാൻ ചെയ്യാണ്. ഒന്നടവിട്ട് പ്ലാൻ ചെയ്യണം, അല്ലാതെ ഓരോന്നൊക്കെ പറയുന്ന കേട്ട് പോവില്ലടോ, ഞാൻ അങ്ങനൊന്നും പോത്തില്ല. അപ്പൊ 1 സൈഡ് ഒരു 1 മണിക്കൂറത്തെ ട്രക്കിംഗ് ആണെന്നാണ് അവര് ഇപ്പൊ പറഞ്ഞത്. ഇനി ഇന്നലത്തെ കൂടി ഡബിൾ ഡക്കർ വരെ പോയിട്ട് പിന്നെ ഫ്രണ്ടിലേക്ക് പോകാത്തവരാണോന്ന് അറിയില്ല. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ചുവന്ന കൊടിയൊക്കെ. അയ്യോ, ഈ വഴികൾ അത്രയും താണ്ടി അയ്യാ. പക്ഷെ ഇവിടുത്തെ വ്യൂസ് കിടിലമാണ് ഗൈസ്. എന്റെ പൊന്നു കൂട്ടുകാരെ, അടിപൊളിയാണ് അടിപൊളി. പക്ഷേ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്നലെ തന്നെ ക്ഷീണമെന്ന് തോന്നുന്നു. ഇന്നലെ ഇത്ര ക്ഷീണമില്ലായിരുന്നു. ഇന്ന് നമ്മൾ ശരിക്കും ഡാവ്ക്ക് പോകാനായിരുന്നത്. പക്ഷേ ഡാവ്ക്കിൽ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇന്നലെ നോക്കി റൂമൊന്നും കിട്ടിയില്ല. അപ്പം വിചാരിച്ചെന്നാൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി നാളെ ഹാൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു ദിവസം വേസ്റ്റ് ആയി പോകും, വെറുതെ ഇവിടെ ഹാൾട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അത് വേണ്ട, ഇന്ന് ഇത് മാക്സിമം പറ്റുന്നിടത്തോളം ചെയ്തിട്ട് തിരിച്ച് താഴെ ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ബാംബു ട്രയലിൻ്റെ നമ്മൾ എൻഡ് പോയിന്റിൽ വ്യൂ പോയിന്റിൽ എത്തുന്നത് മാഖാങ് എന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഖാസി ട്രഡീഷനും ഈ റോക്സുമായിട്ട് ഭയങ്കര അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് കുറേ റോക്സ് കണ്ടില്ലായിരുന്നു. അപ്പം ഈ പണ്ട് ഈ ഖാസി വിശ്വാസപ്രകാരം പണ്ട് ഈ റോക്കുകൾ തമ്മിൽ യുദ്ധമുണ്ടായി. അതിലെ വിജയിയായിട്ട് വന്ന് റോക്കിൻ്റെ രാജാവായ ആളാണ് ഈ മാഖ്വാങ് എന്ന് പറയുന്ന ആള്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് റോക്കുകൾ തമ്മിൽ യുദ്ധം ഉണ്ടായതിനു ശേഷം നമ്മുടെ മഹപ്പത്താർ രാജാവായതിനു ശേഷം അദ്ദേഹം ലിങ്തായ് എന്ന് പറയുന്ന ഒരു ലേഡി റോക്കുമായിട്ട് പ്രേമത്തിലാവുന്നു. അപ്പോൾ അവരെങ്ങനെ ഡിങ്കോൾഫ് ആയിട്ടിരുന്ന സമയത്താണ് മാപ്വാർ എന്ന് പറയുന്ന വേറൊരു റോക്ക് വരുന്നത്. അങ്ങനെ മാപ്വാറും നമ്മുടെ മാഖ്വാനും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി. അവസാനം മാപ്വാർ നമ്മുടെ മാഖ്വാൻ്റെ ഒരു കൈ അടിച്ചും കുടിച്ചു. അപ്പോൾ ആ കൈ അടിച്ച ഒരു വ്യൂ പോയിൻ്റാണ് മുകളിൽ. അപ്പോൾ അങ്ങനെ എന്തായാലും അവസാനം നമ്മുടെ മാഖ്വാൻ നമ്മുടെ മാപ്പോയെ അടിച്ച് തള്ളിയിട്ട് കൊന്നു. അതാണ് ഈ ഖാസി വിശ്വാസപ്രകാരമുള്ള കഥ എന്ന് പറയുന്നത്. കഥയൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ വ്യൂ പോയിന്റ് കാണും. താഴോട്ടൊന്ന് കാണിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നതെന്ന് കണ്ടോ? തേനീച്ച ഓടിക്കോ കണ്ണനെ എടുത്ത് ഓടിക്കോ. അയ്യോ, തേടിയോടി. അയ്യോ, എന്റെ തലയിലുണ്ട്, ഓടിക്കോ. Be careful. Be careful. There is lot many. Okay. Take care.
നിനക്കൊല്ലം പറ്റിയോ? നമ്മളെ തേനീച്ച കുത്തിയ സ്പോട്ടിൻ്റെ അടുത്തുനിന്നുള്ള ആരും നിൽക്കാൻ നോക്കണ്ട. നല്ല ഒന്നാം തരം തേനീച്ചയല്ല, അത് കാട്ട് കടന്നലാണ്. അവ സൂക്ഷിച്ച് വേണം. ദേ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. അടിപൊളി. താഴെ സസ്പെൻഷൻ ബ്രിഡ്ജായി കാണാൻ പറ്റും. നമ്മളിനി അതുവഴി ഇറങ്ങി ദേ അവിടെ പോവും, ആ റോക്കിൽ പോവും. അതാണ് നമ്മുടെ യു മാൽപഹാർ. യു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽഖാങ്. അപ്പോൾ ഇവർ ഈ മാൽഖാങ്ങിൻ്റെ മുമ്പിൽ യു ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ ജി എന്നൊക്കെ വിളിക്കത്തില്ലേ, അതുപോലെ ബഹുമാന സൂചകമായിട്ട് അവർ വിളിക്കുന്നതാണ് യു എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഖാസി ലാംഗ്വേജിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഖാസി ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ റോക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകളാണ് ഇതിൻ്റെ ഈ ട്രക്കിങ്ങിൻ്റെ ട്രെയിലിൻ്റെ ആധാരം എന്ന് പറയുന്നത് തന്നെ. ഇതേ കണ്ടോ, അതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ആൾക്കാർ അവിടെ ഉണ്ട് ടോപ്പിൽ. അമ്മ എന്തോ തേനീച്ച ആന്നോ? എന്നിട്ട് അതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നോക്കട്ടെ അത്. അയ്യോ, ഇത് വലിയ ഉണ്ടായി കേട്ടോ. കാട്ട് കിടന്നത് തന്നെ സംഭവം. അത് തന്നെ തിരിച്ചു പോയിട്ടേ നമുക്ക് എന്തെങ്കിലും മരുന്നെല്ലാം വയ്ക്കാൻ നോക്കാം. എങ്ങനെയുണ്ട്? നല്ല അരപ്പുണ്ടോ? വേദനയൊന്നുമില്ല, പക്ഷെ നമുക്ക് അവിടെ എന്തോ ഒരു അരപ്പില്ലേ? ഒരു അരപ്പൊന്നും പറയാലോ, ഒരു ബുദ്ധിമുട്ട്, എന്തോ ഒരു ബുദ്ധിമുട്ട്. അവിടെ എന്തോ എക്സ്ട്രാ എന്തോ ഇരിക്കുന്ന പോലൊരു തോന്നൽ. നോക്ക് നോക്ക്, എന്തുകൊണ്ടാ അവിടെ വല്ലുണ്ട്? വലിയ ഉണ്ട ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടേ വേവിച്ച് തന്നെ. നാളെ മരുന്ന് വെച്ച് വരും. അവളെ കൊണ്ട് ഇറക്കി നടത്തവളെ. നിങ്ങൾ ഇറങ്ങിക്കോ, വീഡിയോ ഒന്നും വേണ്ട, ഇറങ്ങിക്കോ. അമ്മ എടുത്തോണ്ടിരിക്കണേ. നമ്മള് ഹംപിയിൽ പോയപ്പോഴേ ഒരു കരടിമാമനെ പിടിക്കാൻ പോയില്ലയോ? ആ കരടിമാമന്റെ ഗുഹയത്. വീഡിയോ പിന്നെ എടുക്കാം, താഴ്ച എടുക്കാം. അത് കുറച്ച് കടന്ന കൈയായി പോയി. കണ്ണു എങ്ങനെ ഉണ്ടായിരുന്നടാ? പേടിച്ചു പോയോ? എന്തിനാണോ പേടിച്ചേ? അത് പേടിയാനോ? അച്ഛനും അമ്മയില്ലേ ഇവിടെ കണ്ണൻ്റെ കൂടെ, പിന്നെ എന്തിനാ പേടിച്ചെന്നേ?
ശക്തമായ വെയിലുണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നൊക്കെ കാണേണ്ട സ്ഥലങ്ങളാണ്. അപ്പം മോളുള്ളത് കൊണ്ട് ഒരുപാട് നേരം നമുക്ക് വെയിലത്ത് നിന്ന് അങ്ങനെ വരാൻ പാടാ. അപ്പം ഇങ്ങനെയൊക്കെ ട്രക്കിങ് പ്ലാൻ ചെയ്യുന്നവര് നേരത്തും കാലത്തും ഒക്കെ ഇറങ്ങണം. ഇത് എനിക്ക് തോന്നുന്നു 5 മണി തൊട്ടേ ഇത് ഓപ്പൺ ആണ്. മറ്റേതും അതുപോലെ 7 മണി. ഓക്കെ, ഇത് 7 മണി തൊട്ടാണ്, സോറി, മറ്റേതായിരുന്നു 5 മണി തൊട്ട്. അപ്പം വളരെ ഇന്ന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 പേരിനകത്ത് ഇതുവരെ വന്നിട്ടുള്ളൂ. ഈ ഒരു പ്ലേസ് അധികം ആരും ചൂസ് ചെയ്യാറില്ല. നമ്മളധികം അങ്ങനെ സോഷ്യൽ മീഡിയസ് അധികം അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഇച്ചിരി റിസ്ക് ഒക്കെ എടുത്ത് വരുന്നവരാണ് വരാറുള്ളത്. എന്തായാലും വരുന്നത് വേർത്താണ്. അപ്പം നമ്മൾ ആൾമോസ്റ്റ് ആ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പം വ്യൂ പോയിന്റിലെ കാഴ്ചകൾ കാണാം നമുക്ക്. അപ്പം നമ്മൾ വേണ്ട അവിടെയാണ് എത്തിച്ചേരേണ്ടത്. അപ്പൊ അതെ, അതുവഴിയൊക്കെ നടന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താണ് നമ്മൾ പോയത്. അടിപൊളിയല്ലേ? അപ്പൊ അതെ, അടിപൊളി. നമ്മൾ പോവാണ്. അപ്പൊ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസം. ഈ ഒരു ട്രൈബ്സിന്റെ ഇടയ്ക്ക് വന്നപ്പോഴത്തേന് ഇവര് മുള കൊണ്ടാണ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ? അതേസമയം നമ്മൾ അവിടെ ലൈവ് റൂട്ട്സ് കൊണ്ടല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ക്രോസ് ചെയ്യാൻ പോവാണ്. അതെ അതെ, ഇവിടൊക്കെ വില്ലേജും ഉണ്ട്. അപ്പൊ ഇവരുടെ ഒരു ഭാഷ ഉണ്ടോ? ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ്, ഖാസി ലാംഗ്വേജ് ആണ്. ഖാസി ലാംഗ്വേജ് ആണ്. ഇവിടെ ഒരുപാട് തിരിച്ച് നമുക്കൊന്നും മനസ്സിലാവത്തില്ല. തൊപ്പി വെച്ചോ, ഇനി കടിക്കാതെ സൈഡിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. ഞങ്ങളുടെ കൂടെ അതാ ഒരു കുഞ്ഞു ട്രക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ കയറാൻ ഇഷ്ടം കേട്ടോ, ഇല്ലെങ്കിൽ എടുക്കണം. കയറാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊട്ട വെയില്, ഒന്ന് വെറുതെ ആയില്ല കേട്ടോ. അടിപൊളിയല്ലേ? അടിപൊളി വ്യൂ. കുറച്ച് ഡെൻസ് അല്ലേ നമ്മൾ നിൽക്കുന്ന ഡെൻസ് ഫോറസ്റ്റാ. ജീവികളുണ്ടോ ഇവിടെ? പിന്നെ നിന്നെ കടിച്ചത് പോരെ? അതല്ല, കരടിയുണ്ട്. കടുവയുണ്ടോ? ആന, കടുവ ആണ്. സംഭവം. ഞങ്ങള് ഹൈക്ക് ചെയ്ത് പോവാണ്. അവരവിടെ ചെന്ന് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങള് പോവാണ്. അയ്യോ അയ്യോ അയ്യോ, ഞങ്ങളെ താഴെ പോയാൽ തീർന്നു. നമ്മള് ആ ഒരു
വരുമ്പോഴേ എന്ത് ഹൈറ്റിലാണെന്ന് നോക്കണം. ഇതുവഴിയാണ് നമ്മൾ വരുന്നത്. ഇതുവഴി മുകളിലേക്ക്, അതിൻ്റെ ടോപ്പിലേക്ക്. ആ പോട്ടെ. നിങ്ങളെ കിട്ടത്തില്ല, വെയില. ഇത് കുത്തനെ കിടക്കാണ്. അവര് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കിടക്കാണ് പടി. നമ്മളിങ്ങനെ കേറണം. ഭയങ്കര കൊക്ക്, നല്ല അടിപൊളി കാറ്റുണ്ട്. ഇത്ര നേരവും നടന്നു വന്ന ഒരു നല്ല ആശ്വാസം. അവിടെ നിന്ന് അങ്ങനെ നമ്മളിതേ അവിടുന്ന് നടന്ന് ദേ ഇതുവഴിയൊക്കെ അതുവഴി ഇറങ്ങി ഇവിടെ എത്തിയിരിക്കുന്നു. പക്ഷെ വലിയ ക്ഷീണം തോന്നുന്നുണ്ടോ? ഇന്ന് വലിയ പ്രശ്നമൊന്നുമില്ല. വേണ്ട, ഇനി ഇതുവഴി ഇതിന്റെ മുകളിലേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ടേ പോകുന്നുള്ളൂ. കാരണം മുകളിൽ ഇച്ചിരി നേരം ചിലപ്പോൾ നിൽക്കേണ്ടി വരും. പിന്നെ ഇങ്ങോട്ട് നോക്ക്. ഇവിടെ നിന്നെങ്ങാനും താഴെ വീണ പൊടി പോലും കിട്ടത്തില്ല. എന്തുവായത്? കേറ്റിങ് മേളിൽ നിർത്താം. അങ്ങനെ ആ മുകളിലേക്കുള്ള വ്യൂ പോയിന്റിലേക്കാണ് ഈ കയറുന്നത്. ഇച്ചിരി റിസ്ക് ആണ് സംഭവം. ഇവിടെ വരുമ്പോഴത്തേന് ഭയങ്കര കാറ്റും കണ്ടോ. അപ്പുറത്തേക്കൊക്കെ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള കൊക്കകളാണ്. അയ്യോ, ഇങ്ങനെയും കയറാം. ആരും കമ്പിനൊക്കെ ഒരു ഇളക്കം. അപ്പൊ ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിന്റ്. അച്ഛനും മോളും ഹൈറ്റൊക്കെ പേടിയുള്ളൊരു കൂട്ടുകാരൻ ഞങ്ങൾക്കുണ്ട്. പുള്ളി ഹൈറ്റ് ആകുമ്പോഴത്തേക്ക് വണ്ടി വാങ്ങിക്കും, വേറെ സ്വന്തമായിട്ട് ഓടിക്കും. വേറെ ആർക്ക് വണ്ടി കൊടുക്കത്തില്ല. അടിപൊളി. എവറസ്റ്റിന്റെ മുകളിലത്തെ പ്രതീതിയാണ്. മൺസൂൺ സമയത്ത് ഇത് അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ മുളയൊക്കെ സ്ലിപ്പറി ആയിരിക്കും, ലീച്ചും ഉണ്ടായിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ലീച്ച് വരുമോ? ഇവിടെ ലീച്ച്, എല്ലായിടത്തും ലീച്ച്. മേഖല കംപ്ലീറ്റ് ലീച്ചിന്റെ ഏരിയാസ് ആണ്. അപ്പം ഒരു നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ആയിരിക്കും കടന്നിൽ മേടിക്കുന്നത്. അപ്പോൾ നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ആയിരിക്കും ഇവിടെ വരുന്ന നല്ലത്. അപ്പം ഏകദേശം രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഒരു 7 മണിക്ക് തുറക്കും. ആ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ 10-11 മണിയാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു പോകാം. അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നല്ല വെയിലായിരിക്കും. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നല്ല വെയിലാണ്. അപ്പോൾ നമ്മളുടെ മാഖാൻ വ്യൂ പോയിന്റ് ഇവിടെ വെച്ചാണ് ലെജൻഡറി മാഖാൻ മാപ്ലാൻ എന്ന് പറയുന്ന വേറൊരു പാറയായിട്ട് യുദ്ധം ഉണ്ടായി. ആ പാറയുടെ കൈയൊക്കെയാണ് ആ കിടക്കുന്നൊക്കെ ഈ മാഖാന്റെ കൈ ഒടിച്ച കാഴ്ചകളൊക്കെയാണ് ഈ ഖാസി കഥകളൊക്കെ പ്രകാരം. അപ്പോൾ എന്തായാലും പുതിയ തലമുറ ഇതിനൊക്കെ വ്യൂ പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അവരുടെ വില്ലേജിലൊക്കെ പോകാനുള്ള വഴികളൊക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗങ്ങളൊക്കെ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം. പക്ഷേ കാരണം ഇന്ന് അത്ര ബുദ്ധിമുട്ടുള്ള ഹൈക്കല്ലായിരുന്നു, എളുപ്പം കയറി വരായിരുന്നു. അപ്പൊ ഇനി ഓഫ് ബീറ്റ് പ്ലേസസ് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ മാഖാൻ ബാംബു ട്രെയിൽ ട്രെക്കിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഒരു 50 രൂപയുള്ളൂ ഒരാൾക്ക്. എൻട്രി ഫീസ് 100 രൂപ. ഇവിടെ വേറെ ആക്സസറീസ് ഒന്നും ഇല്ല, അങ്ങനൊന്നും ഇതില്ല. എനിക്കൊന്നും അവർക്ക് അതിനെ പറ്റി ഒന്നും അറിയത്ത് പോലും ഇല്ലെന്ന്. അപ്പൊ എന്തായാലും കൊള്ളാം, അടിപൊളി. അയ്യോ കൊക്കയാനെ ചുറ്റിനും അയ്യോ ഒന്ന് പോവാം.